പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാഷ്ടാംഗ പ്രണാമം. സർവോപരി എല്ലാവരിലും കാര്യകർത്താവായിട്ട് നിന്ന് എല്ലാവരെയും മാർഗനിർദ്ദേശം നൽകി അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ചണ്ടാളബാബയ്ക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രണാമം, നമസ്കാരം. അദ്ദേഹത്തിനെ ഞാൻ ശരിക്കും നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എനിക്ക് വളരെ സുപരിചിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ ഞാൻ വരുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകത്ത് നിന്നാണ്. ഞാൻ സിനിമയുടെയും മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ പരസ്യത്തിൻ്റെ ഒക്കെ ഒരു ലോകത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ പലപ്പോഴും ഈ ഒരു ചേർച്ചയില്ലായ്മ വരും. ആധ്യാത്മിക വേദികളിൽ പോയിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇയാളിപ്പോ ഇവിടെ വന്നിട്ട് എന്താ സംസാരിക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ആ ചിന്തയുടെ ആൾക്കാർക്ക് അത്യാവശ്യം മാറി തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ തന്നിട്ടുള്ള പ്രചോദനം. ഞാൻ സാധാരണ ഈ പ്രഭാഷണമൊക്കെ നടത്താൻ പോകുന്ന സ്ഥലങ്ങളിൽ ചെന്നിട്ട് പറയും, ഞാൻ കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അവർക്ക് ചില മാർഗനിർദ്ദേശങ്ങളും ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഭക്തിയാദരപൂർവ്വം കേട്ടിരിക്കും. അത് നമ്മുടെ പാരമ്പര്യമാണ്, സന്യാസിയെ ബഹുമാനിക്കാറുണ്ട്. പക്ഷേ ആ പ്രഭാഷണം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ചോദ്യം അല്ലെങ്കിൽ അവർ തമ്മിലോ പറയണത് എന്തായിരിക്കും വെച്ചാൽ, അദ്ദേഹം സന്യാസിയാണ്, അദ്ദേഹം തീവ്ര സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് അത് പറയാൻ എളുപ്പമാണ്, ഞങ്ങൾ സാധാരണ ഗൃഹസ്ഥരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ, ഞങ്ങൾക്ക് ആചരണങ്ങൾ ചെയ്യാനുള്ള കഷ്ടപ്പാട് എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, ഒരു ലഘൂകരിക്കാറുള്ളൂ. അപ്പൊ ആ മഹത്തായിട്ടുള്ള ഉപദേശങ്ങളെ കേൾക്കുന്ന നേരത്ത് മാത്രം അവരുടെ മനസ്സിലേക്ക് ചെല്ലുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിനൊരു ന്യായീകരണം കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധകരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സന്യാസിമാരായിട്ടുള്ള ആൾക്കാർക്ക് അതിനുള്ള സൗകര്യമുണ്ട്, അവരതിനു വേണ്ടി എല്ലാ പ്രാരംഭത്തിനെയും മാറ്റി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സാധാരണക്കാരെങ്ങനെയാ ഈശ്വര സാക്ഷാത്കാരം വരിക എന്ന് ചോദിക്കുന്ന അവിടേക്ക് അവർക്ക് പറഞ്ഞു നിൽക്കാൻ ന്യായമില്ലാതിരിക്കാനാണ് ഈ ഗാർഹസ്ഥുള്ള ഗുരുക്കന്മാരൊക്കെ പറഞ്ഞുകൊടുക്കുന്നത്. അവര് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ സാക്ഷാത്കാരം നേടുന്നത്. അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് ന്യായീകരണം പറഞ്ഞ് പിടിച്ചു നിൽക്കും? അദ്ദേഹം അത് വളരെ വലിയ സ്കെയിലിൽ ചെയ്യണം, ഞാൻ എൻ്റെതായിട്ടുള്ള ചെറിയ സ്കെയിലിൽ ചെയ്യും. ഞാൻ സദസ്സുകളിൽ പറയാറുണ്ട്, നോക്കൂ, നിങ്ങൾക്ക് പലർക്കും രാവിലെ 9 മണി തൊട്ടോ അല്ലെങ്കിൽ 8 മണി തൊട്ടോ അല്ലെങ്കിൽ 6 മണി തൊട്ടോ വൈകുന്നേരം ഇത്ര മണി വരെയോ ഒക്കെയുള്ള ജോലിയുടെ സ്ട്രക്ചറിലായിരിക്കും. യാതൊരു സമയക്രമവും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയുടെ അകത്തുനിന്നാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു, ചിലപ്പോൾ കഴിച്ചില്ല, ഉറക്കുണ്ടാവാം, ഉറക്കില്ലാതിരിക്കാം, പ്രലോഭനങ്ങളുടെ കൂടാരം, എന്തും സംഭവിക്കാം. അതിൻ്റെ അകത്തിരുന്നിട്ട് എനിക്കിത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിട്ടയോ എന്നെക്കാട്ടിലും ചിട്ടയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാറില്ല. വാസ്തവത്തില് വളരെ എന്താ പറയാ, എൻ്റെ ഒരു ലേറ്റർ പീരീഡ്സ്, അതായത് ഞാൻ ഈ വളരെ സമീപകാലം ഞാൻ പറഞ്ഞൊരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് ഞാൻ ശരിക്കും ബാബാജിയുടെ ഈ എഴുത്തുകളെ ഞാൻ കാണുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എഴുത്തുകൾ എൻ്റെ ഓർമ്മ കറക്കാൻ ഞാൻ ആദ്യം വായിക്കുന്നത് അദ്ദേഹത്തിന്റെ മലബാർ വേദാന്തം എന്ന് പറഞ്ഞ പുസ്തകമാണ്. കാരണം ഗുരുവായൂർ എൻ്റെ കളരി ഗുരുവായൂരാണ്, ഗുരുവായൂരപ്പനാണ് എനിക്ക് എല്ലാം പഠിപ്പിച്ചത്. മലബാറാണെങ്കിലും ശരി, വൈദികാണെങ്കിലും ശരി, താന്ത്രികാണെങ്കിലും ശരി, മാന്ത്രികാണെങ്കിലും ശരി, ഒക്കെ പഠിപ്പിച്ചത് ഭഗവാൻ തന്നെയാണ്. അവിടെ ഒരു പ്രസിദ്ധമായിട്ടൊരു പുസ്തകക്കടയുണ്ട്. അപ്പൊ ആ പുസ്തകക്കടയിൽ നല്ല നല്ല പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി അപ്പെടുത്തിട്ട് എനിക്ക് മാറ്റി വയ്ക്കാറുണ്ട് അതിൻ്റെ ഉടമ. അങ്ങനെ മാറ്റി വയ്ക്കുന്ന പുസ്തകങ്ങളിൽ ഒരുപക്ഷെ തുടക്കകാലം തൊട്ടുള്ള ഒരു എഴുത്തുകാരൻ, ഒരു ഓഥർ, ഒരു ഗ്രന്ഥകർത്താവ് എന്ന് പറഞ്ഞാൽ അത് ബാബാജിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം അവിടെ എത്തുമ്പോഴേക്കും ഒന്നുമില്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറയും, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത സമയമാണെങ്കിൽ അത് തപാലിൽ അയച്ച് കിട്ടാറുണ്ട്. വായിക്ക എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെയാണല്ലോ നമ്മൾ റിലേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഒരു വ്യക്തിയോട് നമുക്ക് എങ്ങനെ അടുപ്പം തുടങ്ങുന്നത്?
നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരാൾ. ഞാൻ ആദ്യം അദ്ദേഹം എന്നുള്ള ഞാൻ മനസ്സിലാക്കി അദ്ദേഹം എന്നുള്ള വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ട് ആ വ്യക്തിക്കും അപ്പുറത്തുള്ള ആശയത്തിലേക്ക് വരാം. സമയമുണ്ട്. സാധാരണ എന്റെ എല്ലാ പ്രഭാഷണവും 3 മണിക്കൂറാണ് കുറഞ്ഞത്. ആരും പക്ഷെ എന്നോട് പറയാറില്ല ശാസ്ത്രജ്ഞൻ എത്ര വേണമെങ്കിലും സംസാരിച്ചിട്ടുള്ളൂ. അദ്ദേഹം എന്നോട് പറയാം എത്ര വേണമെങ്കിലും സംസാരിച്ചോളൂ, പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നല്ല ഊണൊക്കെ കഴിഞ്ഞിട്ടാണ്. എല്ലാവർക്കും അത്യാവശ്യത്തിൽ കൂടുതൽ ഉറക്കമുണ്ട്, അതൊക്കെ എനിക്കറിയാം. എന്നാലും ആരെങ്കിലും ഒരാൾ ഇതിൽ കേൾക്കാനുണ്ടാവും. ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ വ്യക്തിയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ കൂടിയാണ്. നമുക്കൊരാളുടെ വാക്ക് ശ്രദ്ധിച്ചറിയാം നമ്മൾ എന്തിനാണ് മുരുകന്റെ സങ്കല്പത്തിൽ, മുരുകന്റെ മൂലമന്ത്രം, അതിന്റെ അർത്ഥം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ വാക്ക് അതിൽ നിന്ന് ഉത്ഭവിച്ചത്. ഈ മുരുകനെ തന്നെ വേദം പറയുമ്പോൾ 1-ാമത്തെ മന്ത്രത്തിൽ അഗ്നിനിലയം രോഹിതം വ്യജ്ഞാസദേവം മുന്നിൽ നിന്ന് നയിക്കുന്നവനുള്ള അർത്ഥമാണ് ഈ അഗ്നി എന്ന് പറഞ്ഞ ശബ്ദത്തിന്. അഗ്നിയല്ല, അഗ്നി, മുന്നിൽ നിന്ന് നയിക്കുന്നവൻ. അപ്പൊ ഈ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ വാക്കിൽ നിന്നുണ്ടായി എന്നാ പറയുന്നത്. അവന് പേര് അഗ്നി എന്നാണ്. അപ്പൊ വാക്കിൽ ഉണ്ടാവുന്നതാണ് അഗ്നി. ഈ വാക്കിൽ നിന്നുള്ള അഗ്നി നമുക്ക് അപൂർവമായിട്ട് ഫീൽ ആവും. സാഹിത്യ കൃതികളിലൊക്കെ വാക്കിൽ നിന്ന് അഗ്നി ഉണ്ടാവാറുണ്ട്. നമ്മള് എന്താ പറയാ, നമ്മുടെ സാഹിത്യത്തിലും വേദനയുടെ പാരമ്യതയിൽ എഴുതപ്പെട്ടിട്ടുള്ള കഥകളിലും നോവലുകളിലും ഒക്കെ കാണും. പക്ഷെ ഒരു ആധ്യാത്മിക കൃതിയിലും മനസ്സിനെ ശാന്തമാക്കി അടക്കി ഈശ്വര സാക്ഷാത്കാരത്തിന് പഠിപ്പിക്കുന്ന കൃതികളിൽ ഈ അഗ്നി അങ്ങനെ കാണാറില്ല. ആ അഗ്നി കണ്ടിട്ടുള്ള അപൂർവം എന്താ പറയാ വാക്കുകളുടെ ഉപജ്ഞാതാക്കൾ വളരെ റയറാണ്. ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടുള്ള ഒരാൾ. ആ തീയ് ശരിക്കും അതിൽ ഫീൽ ചെയ്യാറ്. അങ്ങനെ ആ തീ ഫീൽ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം കടന്നു വന്നൊരു വഴി എന്തായിരിക്കുന്നത് അദ്ദേഹം പോലും അറിയാതെ ഞാൻ അന്വേഷിച്ചിരുന്നു. എൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടുതൽ പുസ്തകങ്ങളും അദ്ദേഹം അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളും സങ്കേതങ്ങളും ഇതൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഹോം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീക്കർമ്മ എന്ന് പറഞ്ഞു. ഭാഷയെ എങ്ങനെ, അതായത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ ഈ പാലക്കാട് ഭാരതമാ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുമ്പോൾ ഇതേമാതിരി ഒരു പ്രസംഗം മത്സരത്തിന് ഞാൻ പറഞ്ഞു, ഈ രക്തവർണ്ണം എന്ന് പറഞ്ഞതിനെ കേൾക്കണേക്കാട്ടിലും സുഖമാണ് ചെമപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു വരി എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നമ്മുടെ റൂട്ടുകളിൽ, നമ്മുടെ വേരുകളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള വാക്കുകളാണ്. ഈ വേരുകളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള എന്തിനും നില കിട്ടും. നില കിട്ടുക എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാൻ പറ്റും. എവിടെയെങ്കിലും ഉറച്ചു നിന്നിട്ട് വേണമല്ലോ നമുക്ക് ഇതിന്റെ എന്താ പറയാ ഒരു യാത്ര തുടരാൻ. മറുകര കടക്കാനോ ഒരു ലക്ഷ്യത്തിലെത്താനോ എന്താ വെച്ചിട്ട് യാത്ര തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണം. നമ്മുടെ കാലിന്റെ താഴെയുള്ള ഭൂമിക്ക് ഉറപ്പുണ്ടാകും. അപ്പൊ ആ ഉറപ്പ് എന്ന് പറയുന്നത് വേരുകളെ അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വേരിനെ മറക്കുന്നവൻ അവനവന്റെ സ്വത്വത്തെ മറക്കുന്നു. നമ്മള് ഒരു പൊതുവേദിയിൽ പറഞ്ഞാൽ കുറച്ച് കോൺട്രവേഴ്ഷ്യലൊക്കെ ആവും. എന്നാലും ഈ അമേരിക്കയിലൊക്കെ ജനിച്ചു വളർന്ന കുട്ടികളെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്റെ തന്നെ നായകൻ അഭിനയിച്ച ഒരു സിനിമയാണ് ABCD. മുമ്പ് വന്നതാണ്. എന്ത് ABCD? അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശീയ. അമേരിക്കയിൽ ജനിച്ച കൺഫ്യൂഷൻ വന്ന ദേശീയ ഇന്ത്യക്കാരൻ. സത്യം പറഞ്ഞാൽ അവരെ കളിയാക്കുന്നതിന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ബോൺ കൺഫ്യൂസ്ഡ് ദേശീയങ്ങളാണ്. ഈ ഭാരതത്തിൽ ജനിച്ച് നമ്മൾ ആരാന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരെ നമുക്ക് എവിടെ പിടിക്കണം എന്നറിയില്ല, ഏത് കൊമ്പ് പിടിച്ച് നിൽക്കണം എന്നറിയില്ല. നമ്മൾ എന്തൊക്കെ അല്ലയോ അതൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും ആരാധന കാര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മളെ കുറിച്ച് യാതൊരു ഉറപ്പില്ല. ആ ഉറപ്പ് കണ്ടെത്താൻ അനവധി മാർഗങ്ങൾ ആചാര്യന്മാർ വന്നു. അതിൽ വളരെ തനതായിട്ടുള്ളൊരു സമ്പ്രദായം, ആ സമ്പ്രദായത്തിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഒരാള് ആ പ്രപഞ്ചത്തിന്റെ സർവശക്തിയും സംഭരിച്ച്
നിരന്തരമായിട്ട് സംവദിക്കുക, എഴുതുക, പ്രബോധനം ചെയ്യുക. അങ്ങനെയുള്ള ഒരാൾ അസാമാന്യമായിട്ടുള്ളൊരു ഊർജത്തിന് ഉടമയായിരിക്കണം. ഇപ്പം ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ശരീരപ്രകൃതിക്കാർ. പക്ഷേ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അറിവിൽ എൻ്റെ ഒപ്പം ഇരുന്ന ഒരു ഗ്ലാസ് പായസം കഴിച്ചത്, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ചൈതന്യം എവിടുന്നാ വരുന്നത്, ഈ ഊർജം എവിടുന്നാ വരുന്നത്? എൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പ്രഭാഷണം കഴിഞ്ഞു. റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് പത്രത്തിൽ പിടിച്ചെടുത്തിട്ട് സൂക്ഷിക്കുകയും ചെയ്തു. ഞാൻ വളരെ സ്നേഹത്തോടെ കേട്ടോ പറഞ്ഞത്. ഈ ഊർജം വാസ്തവത്തിൽ നമ്മുടെ എല്ലാത്തരം വ്രതങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. മനുഷ്യന് എനർജി വേസ്റ്റ് വരുന്നത് 3 തരത്തിലാണ്. ഒന്ന്, വെറുതെ സംസാരിച്ചിട്ട്, വെറുതെ പരയെ നശിപ്പിക്കുക, പര ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറെ പരാമർശത്തി അഥവാ വൈകരി, എപ്പോഴും വൈകരിയായിട്ട് വേസ്റ്റ് ആവും. 2, ലൈംഗികോർജത്തിൽ കൂടെ ചിന്തകൾ വന്നാൽ പോലും അങ്ങനെയും പോകും. 3, കോംപ്ലക്സ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു. അതായത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ദഹിക്കാൻ എളുപ്പമുള്ളതാണെങ്കിൽ തന്നെ വാരി വലിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും, ഉറപ്പാണ്. തമോ ഗുണം വർദ്ധിക്കുക. ഈ 3 തരത്തിലും മനുഷ്യ ശരീരത്തിന് ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഊർജത്തിനെ നഷ്ടപ്പെടാതിരിക്കാനാണ് വ്രതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല നമ്മളാരും വ്രതം എടുക്കുന്നത്. അങ്ങനെ ഊർജ സംരക്ഷണം ചെയ്യുന്ന ഒരുത്തരും അവന്റെ ശക്തി എത്രമാത്രമാണെന്ന് പറയാൻ പറ്റും, എത്രമാത്രമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ചില വ്യക്തികൾ ജനിച്ചു വീഴുന്നത് തന്നെ വ്രതം ധരിച്ചിട്ടാണ്. വ്രതം ധരിച്ചിട്ടും അവർ വ്രതമായിട്ടാണ് ജനിക്കുന്നതും ജീവിക്കുന്നതും ശരീരം വിടുന്നതും. അവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും. അവരെ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അതിന്റെ ആ ലക്ഷ്യസ്ഥാനം എത്തിക്കുന്നത് വരെ അത് അവനവനെ ആവാം, മറ്റുള്ളവരെ ആവാം. അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യാം. അതിന് വരുന്ന തടസ്സങ്ങളെയൊക്കെ തുണവൽക്കരിക്കുക. എവിടുന്നൊക്കെ അറിവ് സ്വീകരിക്കാൻ പറ്റും അത് സ്വീകരിക്കുക. ഒന്നിനെയും നിരാകരിക്കാതിരിക്കുക. തുറന്ന മനസ്സ്, നല്ല തുടച്ചു വൃത്തിയാക്കിയ ഒരു പാത്രം പോലെ എപ്പോഴും വെച്ചോണ്ട്. അങ്ങനത്തെ അപൂർവ ആൾക്കാരിൽ ഒരാളായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ തോന്നിയിട്ടുണ്ട്. അതിന് എന്റെ വ്യക്തിപരമായിട്ട് ഒബ്സർവേഷൻ. കാരണം എന്താ വെച്ചാൽ ബാബാജി, ഞാൻ അദ്ദേഹത്തിന് ഇന്ന് 2ാമത്തെ തവണ നേരിട്ട് കാണുന്നു. ഈ വർഷം തുടക്കത്തിൽ തന്നെ ജനുവരി മാസത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ പീഠത്തിൽ മഠത്തിൽ ഞാൻ വന്നിരുന്നു. ഒരു ഔദ്യോഗികമായിട്ടൊരു കാര്യത്തിന്റെ ഭാഗമായിട്ട് കേരള സർക്കാരിന്റെയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് സബ് കമ്മിറ്റി ഫോം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ. നവംബറല്ല, ജൂണിലാണ് ഫോം ചെയ്തത്, 2023. അപ്പൊ അതിൽ മനസ്സിലാക്കിയ ചില വസ്തുതകളുടെ വെളിച്ചത്തിൽ, വസ്തുതകൾ വളരെ രസമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജകളുടെ ക്വാളിറ്റി നശിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിൽ വന്നു തന്നെയാണ്. അപ്പൊ അതിന്റെ ആദ്യകാല മീറ്റിങ്ങുകളിൽ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, നല്ല ആചാര്യന്മാരുണ്ടായാൽ നല്ല ശിഷ്യന്മാരുണ്ടാവും. പൂജയുടെ കാര്യമാണെങ്കിൽ നല്ല ആചാര്യന്മാരുണ്ടായാൽ നല്ല ശാന്തിക്കാരുണ്ടാവും. നല്ല ശാന്തിക്കാരുണ്ടായാൽ ദേവന് സൗഖ്യം, ദേവന് സൗഖ്യമായ ദേശത്തിനത് ഗുണമാവും. ഇതാണല്ലോ നമുക്ക് കോറായിട്ട് പറഞ്ഞു വെക്കാവുന്ന ഒരു കാര്യം. അതിന്റെ ഫലമായിട്ട് മറ്റൊരു കാര്യം കൂടെ നോക്കിയപ്പോൾ ചില സ്ഥലങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് പൂജാസമ്പ്രദായങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികളും വേറെ ചില സ്ഥലങ്ങളിൽ വെറും 10,000 20,000 രൂപ കൊടുത്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഉദരംഭരണത്തിന് വയറ്റിപ്പഴത്തിന് വേണ്ടി പൂജ പഠിക്കുന്നുണ്ട്. ചിലർ പഠിക്കാണ്ട സർട്ടിഫിക്കറ്റ് മേടിക്കുന്നുണ്ട്. ഈ 2 കൂട്ടരും ദേവസ്വം ബോർഡുകളിലെ തസ്തികകൾ ഒരേ തസ്തികയ്ക്ക് വന്ന് കോമ്പറ്റീഷനാണ്. ഇതിൽ പരം ഒരു അനീതി വേറില്ല. അത് വ്യക്തമായിട്ട് അന്ന് ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലായപ്പോൾ അവരായിട്ട് മുൻകൈ എടുത്ത് ചെയ്തതാണ്. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഒന്ന് പോയി നോക്കാം, അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്, അവരൊരു ക്വാളിറ്റി ചെക്ക് ചെയ്യാം, അവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണു തുറപ്പിക്കണ അനുഭവമായ യാത്ര, 3 മാസത്തെ യാത്രയാണ്. ഞങ്ങൾ 41 സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അംഗീകാരം. 40 തീർത്തു.
തൃശ്ശൂരിന്റെ താഴേക്കാണ് മെജോറിറ്റി. മലബാറിൽ ഒരു 3 ഉള്ളൂ. അതിൽ 2 പാലക്കാട്, 1 കോഴിക്കോട്. പാലക്കാട്ടുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഒന്നും നടക്കണില്ല പറഞ്ഞു. പിന്നെ ഉള്ള 1 ചണ്ടാളബാബയുടെ സ്ഥാപനമാണ്. അപ്പൊ അവിടെ വിളിച്ചു ചോദിച്ചിട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണേ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്ര മുഴുവൻ തെക്കോട്ടൊക്കെ. അവിടെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടാണ് പോയിട്ട് നോക്കിയിരുന്നത്. പാലക്കാട് ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് പോണോ എന്ന് ചിലവര് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞു, അല്ല, അദ്ദേഹത്തിനെ പോയി കാണണമെന്ന് ഞാനും കുറേ വിചാരിക്കുന്നു. അതുകൊണ്ട് എന്തായാലും പോണം പറഞ്ഞു. ഇവിടേക്ക് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഒരു ഇൻസ്പെക്ഷൻ വെച്ചു. പക്ഷെ വാസ്തവത്തിൽ അത് ഇൻസ്പെക്ഷൻ ആയില്ല, അത് സത്സംഗമായി. അതാണ് ഞങ്ങളിവിടെ വന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താ വെച്ചാൽ സത്യസന്ധത, പറയണ വാക്കുകളിലെ സത്യസന്ധത. ബാബാജി ഒരിക്കലും ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്തില്ല, ഒന്നും ഇല്ലാത്തതുണ്ടാക്കി പറയുന്ന പരിപാടി അദ്ദേഹത്തിന് ഇല്ലാതെ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നേരെ അനുഭവം അതായിരുന്നു. അദ്ദേഹം കണ്ണു തുറപ്പിക്കുന്ന പോലുള്ള കുറച്ച് കാര്യങ്ങൾ. ഞങ്ങൾ വന്നവര് 3 പേര് 3 സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ബാബാജി സമുദായങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ സമുദായത്തിന്റെ പേര്. ചെയർമാൻ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ വരുന്ന ഒരാളാണ്, OBC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ നായർ സമുദായത്തിൽ വരുന്ന ഒരാളാണ്. ഞങ്ങളുടെ കൂടെ വന്ന PNU ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് നമ്പൂതിരിയാണ്. ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയായിരുന്നു, തന്ത്രവിദ്യയുടെ സെക്രട്ടറി. ഞങ്ങൾ 3 പേരാണ്. ഞങ്ങൾ 3 പേരുടെ അടുത്തും ബാബാജി അന്ന് പറഞ്ഞ വാചകങ്ങൾ, പ്രത്യേകിച്ച് ചെയർമാൻ അത് വളരെ മനസ്സിൽ തട്ടി. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക, ഞാൻ ഞാനായിട്ടിരിക്കുക, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഒന്ന് ആലോചിച്ച് നോക്കും. ഞങ്ങൾ വന്നത് എന്തിനാ? ഔദ്യോഗികമായിട്ടുള്ള ഇൻസ്പെക്ഷൻ ആവുന്നത്. പക്ഷെ ഞങ്ങൾ പോകുന്നത് ഇൻസ്പയർഡ് ആയിട്ടാ, ഇൻസ്പെക്ഷൻ അല്ല, ഇൻസ്പിറേഷൻ ആയിട്ട്, അല്ലേ? അങ്ങനെയാ സംഭവിച്ചത്. അപ്പോ ഒരു വ്യക്തി അദ്ദേഹത്തിനെ പരിശോധിക്കാൻ വരുന്ന ആൾക്കാർക്ക് പോലും മനസ്സിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കിയിട്ട് വിത്തിൻ ലൈക്ക് 30 minutes അല്ലെങ്കിൽ 1 hour അതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തി അല്ലാതെ അത് ആശയമാണെങ്കിൽ അതൊരു മനുഷ്യ ശരീരം അല്ല. ഞാൻ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ, കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇന്ന് പഠിപ്പിക്കുന്നത് ഈ ചമ്മട്ടി കൈ പിടിച്ച് ശാന്തം പിടിച്ച് നിൽക്കുന്ന ആൾ ഗീത പഠിപ്പിച്ചു എന്നാണ് പണ്ട് ഭക്തി പ്രസ്ഥാനക്കാർ പഠിപ്പിക്കുന്നത്. അവിടെ ഭഗവാൻ ഞാൻ 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 എന്ന് പറയുന്നത് ഈ ദേവകി പ്രസവിച്ച ശരീരത്തിനല്ല, വേടന്റെ അമ്പുകൊണ്ട് മണ്ണിൽ ലയിച്ചു പോയ ശരീരത്തിനല്ല പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ആ സത്യവസ്തുവിനെയാണ് പറയുന്നത്. അതുപോലെയാണ് ഒരാശയത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാൾ. അയാൾ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അയാൾ പറയുന്നത് ആ സത്യവസ്തുവിനാണ്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തെളിഞ്ഞു കാണാൻ സാധിച്ചു. അത് ആ ബോധമുള്ള ഒരാൾക്ക് അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓരോ വാക്കിൽ, ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഒരു വാക്കും ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് പറഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ട്. 2 തരത്തില് ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 2 വാക്കുകളുണ്ട്, ആരോഗൻസ് എന്നും കോൺഫിഡൻസ്. ധിക്കാരം, ആത്മവിശ്വാസം. നമ്മൾ കാണുന്ന 99% ആരോഗൻസ് ആണ്. അറിവില്ലായ്മ അറഗൻസ് ഉണ്ടാകും. കോൺഫിഡൻസ് അറിവുന്നുണ്ടാകും. ആ കോൺഫിഡൻസ് മുറ്റി നിൽക്കുന്ന വാക്കുകൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നിങ്ങളെ ആകർഷിക്കാൻ പറ്റിയത്. നോക്കൂ, അദ്ദേഹം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും മകനായിട്ട് അദ്ദേഹം ജനിച്ചു വീഴുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു? ആരുമില്ല. നിങ്ങൾ എങ്ങനെ വന്നു? അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ അകത്ത് കയറി സംബന്ധിച്ചു. ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സ്ഫുരണങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. എങ്ങനത്തെ ആശയങ്ങൾ? അദ്ദേഹം പറയണു, 4 വേദം അല്ല എന്റെ 4 കല്ല്. അദ്ദേഹം പറയണ 3 കല്ല് നല്ലച്ഛനും നല്ലമ്മയും കരികുട്ടിച്ചാത്തനും പടിവാന മക്കളല്ലേ, പുറത്തുള്ള മറ്റ് ജീവജാലങ്ങളുണ്ട്. അതായത് ഇത് തന്നെയല്ലേ ശൈവത്തിന് തോമസ് കണ്ടമൂർത്തി സ ഉമ, ഉമയോട് കൂടിയ ശിവൻ സ്കന്ദൻ, അച്ഛൻ അമ്മ മകൻ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്.
ഇങ്ങനെ ഈ ട്രിനിറ്റി സിസ്റ്റങ്ങൾ മുഴുവൻ വരുന്നത് നമ്മുടെ ആദിമമായിട്ടുള്ള ചിന്തകളിൽ. അത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിനെ ഒരാൾ ഇത്രയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ സത്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇത് സത്യമാണ്, ഇത് സത്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറയണമെങ്കിൽ, നാളെ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അയാൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ആദ്യമായിട്ട് ഒരാളെ വിളിച്ചു പറയുമ്പോൾ അയാളുടെ ധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ എങ്ങനെ അയാൾക്ക് പറയാൻ സാധിക്കാച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ശരീരത്തെ ചിന്തിച്ചിട്ടല്ല പറയുന്നത്. അവിടെ സംസാരിക്കുന്നത് ആശയമാണ്. പാട്ടുകാരൻ പാട്ടായി മാറുക, നർത്തകൻ നൃത്തമായിട്ട് മാറുക. നടരാജനെ നമ്മൾ ഒരിക്കലും നടരാജന്റെ മന്ത്രത്തിന് നടരാജ മന്ത്രം എന്ന് പറയില്ല, നൃത്തമന്ത്രം എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? നൃത്തം ചെയ്തിട്ട് നർത്തകൻ നൃത്തമായിട്ട് മാറുമ്പോൾ ആ നൃത്തം നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഊർജത്തിനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന മിക്ക ആൾക്കാരുണ്ടോ, ശരൺജി നിങ്ങളുടെ പ്രഭാഷണം വളരെ ഇൻഫർമേറ്റീവാണ്. ഞാൻ പറയും ദയവീത് അങ്ങനെ പറയുന്നു. ട്രാൻസ്ഫോർമേറ്റീവ് ആണെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ട്. ഞാൻ പറയണോണ്ട് ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ. അതിൽ കുറെ ഫാക്റ്റും ഫിഗറും കുറെ അറിവുകൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. എന്റെ അവസ്ഥ അതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പോലുള്ളവരുടെ പ്രഭാഷണങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്? പ്യുവർലി ട്രാൻസ്ഫോർമേറ്റീവ് ആണ്. പ്യുവർലി ട്രാൻസ്ഫോർമേറ്റീവ് ആണ്. മാറ്റിക്കളയുന്ന ഒരാളുടെ ചിന്താപദ്ധതികളെ മുഴുവൻ മാറ്റിക്കളയുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തിനെ നമുക്കിപ്പോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നമ്മൾ ശ്രമിച്ചിരുന്നാൽ, അല്ലെങ്കിൽ 3 മണിക്കൂർ ശ്രമിച്ചിരുന്നാൽ ആ അത്രയും നേരം കൊണ്ട് അദ്ദേഹം പറയുന്ന കുറെ വിശദാംശങ്ങളൊക്കെ നമ്മൾ മറന്നു. പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എവിടെയൊക്കെയോ ചില തുറക്കലുകളുണ്ട്, എവിടെയൊക്കെയോ ചില വെളിച്ചങ്ങൾ ഇങ്ങനെ കൊടുക്കും. നമ്മൾ ഇന്നേ വരെ ശ്രദ്ധിക്കാത്ത ചില കണക്ഷൻസ് ഒക്കെ മനസ്സിലാവും. ആ മൂലസ്രോതസ്സുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അതൊരു നിയോഗം തന്നെയാണ്, യാതൊരു സംശയവും. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അതില് വ്യത്യസ്തമായിട്ടുള്ള എതിരഭിപ്രായങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അദ്ദേഹം പറയുന്ന രീതികളെ എല്ലാം ഉൾക്കൊള്ളാൻ മാനസികമായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവും. ഒക്കെ ശരിയാണെങ്കിൽ ആർക്കും അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ചോദിക്കാൻ സാധിക്കും. സത്യസന്ധത എന്ന് ഞാൻ പറയുന്നത് നമ്മൾ മനുഷ്യൻ പറഞ്ഞ അർത്ഥത്തിലല്ല. ഭാഗവതം എന്താണോ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത്, ഏത് സത്യത്തിനെയാണോ ഉപാസിക്കാൻ പറഞ്ഞത് ആ സത്യത്തിനെയാണ് ഞാൻ പറയുന്നത്. ആ സത്യം ആരുടെയും കുത്തകയൊന്നുമല്ല, അത് പ്രപഞ്ച വസ്തുവാണ്, സകലതിന്റെയും അന്തരാത്മാവായിട്ടിരിക്കുന്ന വസ്തുവാണ്. ആ വസ്തു പരിണമിച്ചുണ്ടായിട്ടുള്ളതാണ് ഈ പറയണതൊക്കെ എന്നുള്ള ബോധം ഉള്ള ആർക്കും അദ്ദേഹത്തിന്റെ വാക്ക് മനസ്സിലാക്കും. അതാണ് അതിന്റെ കാര്യം. ഇനി ഇവിടെ അങ്ങോട്ട് ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ഒരു വശം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ഉദ്ഘാടന പ്രശ്നം. അദ്ദേഹം ഇന്നും സംസാരിക്കുന്നത് അദ്ദേഹത്തിനെ കേൾക്കാൻ വേണ്ടി വന്നിരിക്കണം നിങ്ങളുടെയൊക്കെ മുന്നിൽ മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ കുറ്റല്ല. ഇപ്പൊ പുറത്തുനിന്ന് ആചാര്യൻ വന്നിട്ട് ഇവിടെ വന്ന് പ്രഭാഷണം ചെയ്യുന്നത് പോലെ മറ്റ് വേദികളിൽ ബാബ ഇനിയും ചെല്ലേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബാബയുടെയും കുറ്റല്ല, അദ്ദേഹത്തിനെ വിളിക്കാത്തതിന്റെ പ്രശ്നം. അപ്പൊ നമ്മള് മീഡിയയിലുള്ള ആൾക്കാരുടെ ഒരു ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ, എളിയ രീതിയിൽ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇപ്പം എന്റെ പ്രിയ സുഹൃത്ത് പ്രേം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യതീഷ എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് പേര് കാണും. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചിന്താ പദ്ധതികളുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. എന്താണോ നമ്മൾ ഈ സമ്മേളനം സർവദർശന സമഭാവന എന്ന് പറയുന്ന ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അവിടെ ചാനലിന്റെ കോർ. അവരിന്ന് വന്നിരിക്കുന്നത് തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ ബാബയെ കുറച്ചുകൂടെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നൊരു എളിയ ഉദ്ദേശത്തോടു കൂടിയാണ് അവരിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു. കാരണം കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു ഇന്റർവ്യൂ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള വഴിയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരാൾ തന്നെ ഇവിടെ വർഷങ്ങളോളം വന്ന് അദ്ദേഹത്തിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ മുഖവര കൊടുക്കേണ്ട ആവശ്യം വന്നില്ല.
ബാബയോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അദ്ദേഹം നിലകൊള്ളുന്നതിന്റെ ആ ആശയത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നത്. ഇവിടെ സർവദർശന സമഭാവന എന്നുള്ള പേരിലാണ് ഈ സദസ്സ് നടത്തുന്നത്. അദ്ദേഹം എന്നോട് പറയുന്നു, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമാണ് December 4. എൻ്റെ ഈ ശരീരം നാളെ നശിച്ചു പോകും, പക്ഷെ ഈ ആശയത്തിന്റെ ദിവസമായിട്ട് ഇത് നിലനിൽക്കണം എന്നുള്ളത്. ഞാനിവിടെ ആഘോഷിക്കുന്ന ചണ്ടാളന്റെ ജയന്തി ഇവിടെ ഇപ്പൊ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എന്റെ ജയന്തി അല്ലാതെ ആചാര്യസ്വാമികളുടെ മുന്നില് ആ പരമവസ്തു പരമസത്യം ചണ്ടാളന്റെ രൂപത്തിൽ വന്നിട്ട് മാറേണ്ടത് ആരാ? ഈ ദേഹമാണോ അതോ ഈ ആത്മാവാണോ എന്ന് ചോദിച്ചൊരു കഥയുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന. ആ ചണ്ടാളന്റെ ജയന്തി കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ആഘോഷിക്കേണ്ടതാണ്. ഇതിന്റെ പൊരുള് എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കിട്ടേണ്ട അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ് അദ്ദേഹം ഈ പടാപാട് കൊടുക്കുന്നത്. പടാപാട് തന്നെയാണ് നാടൻ ഭാഷ പറഞ്ഞ അതൊരു അഭ്യധ്വാനം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ സകല കാഴ്ചപ്പാടുകളിൽ അതാത് ധർമ്മങ്ങളിൽ നിൽക്കുന്നവർ എന്താ ഗീതയെ ഭഗവാൻ പറഞ്ഞു? അവനവന്റെ ധർമ്മം വിട്ടിട്ട് മറ്റൊരു ധർമ്മത്തിൽ പോകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ നിന്ന് വിശാലാർത്ഥത്തിന് ഹിന്ദുമതം അല്ലെങ്കിൽ മറ്റു മതങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യണം. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ചണ്ടാളബാബ നിങ്ങളോടും പറഞ്ഞെന്നുള്ളത് നമുക്കൊക്കെ പറഞ്ഞു തരുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുലധർമ്മം എന്താണോ ആ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാം, മറ്റുള്ളതിനെ ദ്വേഷിക്കാതിരിക്കാം, എല്ലാറ്റിനെയും ആന്തരികമായിട്ടുള്ള അന്തസത്ത മനസ്സിലാക്കുക. എത്ര സിമ്പിൾ, എത്ര അല്ലെ ഞാൻ പറഞ്ഞു തരുന്നു, എത്ര ലളിതമായിട്ടാണ് അത് പറഞ്ഞു തരുന്നത്. അതിനു വേണ്ടിയിട്ട് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു മാത്രം. അതിന്റെ ഭാഗമായിട്ട് ഇന്നും ചെയ്യും. ഞാനൊരു കാര്യം പറയാം, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഹിപ്പോക്രസി പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. പറയണതൊന്ന് പ്രവർത്തിക്കണതൊന്ന് എന്നുള്ളതിൽ നമ്മളെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നാളെ തന്നെ ഒരു മാറ്റം വരുന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അത് ഞാൻ ഒരു പെസിമിസമായിട്ടൊന്നുമല്ല പറഞ്ഞത്. ഇവിടെ ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും ഒക്കെ ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ അവരാരുടെയെങ്കിലും ഒക്കെ സൈഡ് പിടിച്ച് പറഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. ഒരു സൈഡ് മാത്രം പിടിക്കേണ്ട പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അദ്വൈതം പറയും. അപ്പൊ എങ്ങനെ ഒരു യഥാർത്ഥ ആചാര്യം മുന്നോട്ട് കൊണ്ടുപോകും? വളരെ ശ്രമകരമാണ്. അങ്ങനെ ശ്രമകരമായിട്ടുള്ള ദൗത്യങ്ങൾ ചെയ്യുന്ന വിരലിലെണ്ണാവുന്ന ഒരാളാണ് ഇന്ത്യയിലുള്ള മുന്നിലിരിക്കുന്നത്. ചില്ലറ പണിയല്ല. ആരെയും എല്ലാത്തിലും നന്മയുടെ പോർഷൻ മാത്രം കണ്ട് വിമർശിക്കേണ്ടതിനെ വിമർശിച്ച് മാറ്റുമ്പോഴും എന്തിനാണോ വിമർശിക്കുന്നത് അതിലെ നന്മയും അതേമാതിരി തന്നെ അംഗീകരിച്ച് പറയണമെങ്കിൽ നല്ല ബ്രഹ്മനിഷ്ഠയുള്ള ഒരാൾ കുറച്ചൊരു ഉയർന്ന വാക്ക് പറഞ്ഞ ആ ബ്രഹ്മനിഷ്ഠയുള്ള ഒരാൾക്ക് അത് സാധിക്കും. എനിക്കത് പറയാൻ എളുപ്പമുള്ള വാക്കായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാനത് അത്ര ആദരവോടെ അത് പറയുന്നത്. ബ്രഹ്മനിഷ്ഠന് മാത്രമേ അത് സാധിക്കുള്ളൂ. അദ്ദേഹം ബ്രഹ്മനിഷ്ഠനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സത്യം പറയുന്നത്. ആ സത്യം നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഇനിയും തെളിച്ചം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സകല പരമ്പരകളും അദ്ദേഹത്തെ നിങ്ങളെ നമ്മുടെ എല്ലാ ഒരു പരമ്പരകളും അദ്ദേഹം സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ അതിൽ സമസ്ത പരമ്പരകളെ ഉൾപ്പെടുത്തി അദ്ദേഹം പറയുന്നത്. പക്ഷെ പുറമെ പല ആൾക്കാരും അങ്ങനെയല്ല പറയാം. ഇന്നിപ്പോ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് തന്നെ വലിയ നാണക്കേടായി കൊണ്ടിരിക്കുന്ന കാലമാണ്. സനാതന ധർമ്മത്തിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളെന്ന് വരെ ആയി തീർന്നു കഴിഞ്ഞു. നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഈ വേദി അദ്ദേഹത്തിന്റെ ജയന്തി ഈ ആശയത്തിന്റെ ഒരു ലളിതമായ ചർച്ചയുടെയും ഭാഗമായതുകൊണ്ട് മാത്രം. കാരണം ഇതിലും വലിയൊരു ഗംഭീര പ്രശ്നം അദ്ദേഹത്തിന്റെ വാക്ക് തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. അപ്പോ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് നമുക്കിവിടെ പറയണേ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു. കാരണം അവനവന്റെ ജനതയാകുന്ന ഈ മലയാളി സമൂഹത്തിനെ അതിന്റെ ജാതീയത കൊണ്ടും അതിന്റെ മതം കൊണ്ടും ആധ്യാത്മിക വേദികളിൽ പോലും വളരെ പച്ചയ്ക്ക് വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടലുകൾ ഭക്തിപ്രസ്ഥാനങ്ങളെ ആവുന്നത്ര വലിച്ചു തീർന്നത്. കാരണം ഇതൊന്നും നമ്മുടെ സത്യത്തിലേക്ക് എത്തിക്കില്ല, നമ്മുടെ സ്വത്വത്തിലേക്ക് എത്തിക്കില്ല. സ്വത്വം തിരിച്ചറിഞ്ഞാലേ സത്യത്തിലേക്ക് എത്തുള്ളൂ. ഇത് തിരിച്ചറിയാണ്ട് നമ്മുടെ സകല ആരാധനാ കേന്ദ്രങ്ങൾ നശിച്ചു കഴിഞ്ഞു. പാരമ്പര്യ ആരാധനാ കേന്ദ്രങ്ങളുടെ പേര് പറയാനില്ല.
സമാധിയിലിരിക്കുന്ന സ്വാമി ഇരിക്കുന്ന സ്ഥലത്ത് പറകുട്ടിപ്പാട്ട് വെച്ചിട്ട് അങ്ങനെ സമാധിയിലിരിക്കാൻ സമ്മതിക്കാത്ത സ്ഥലമായിട്ട് ശബരിമല അല്ലേ? അപ്പോ ഏത് സ്ഥലത്തും അവരവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ കൂടെ ചിന്താ പദ്ധതികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാള് കേൾക്കൂ, ഞാൻ പറയണമെന്ന് കേൾക്കൂ ഈ ആൾക്കൂട്ട ബഹളത്തിന്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരൊരുത്തൻ കേൾക്കുമ്പോ അവന് തെളിച്ചത്തിനുള്ള ഒരു മാർഗമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ആ സന്തോഷത്തിൽ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും, അദ്ദേഹം ഗൃഹസ്ഥനാണ്, അതുകൊണ്ട് എനിക്കത് ആശംസിക്കാം. ശരീരത്തിൽ വെള്ളം വെച്ചിട്ടില്ലല്ലോ അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിന് അത് ആശംസിക്കാം. ഗൃഹസ്ഥനാണ്, അതുകൊണ്ട് ഭാര്യാപത്രാദികളോടുകൂടി ഒരു കുലഗുരുവായി കാലാകാലം അദ്ദേഹത്തിന്റെ ആശയം ആചന്ദ്രദാനം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, അവരുടെ പരിവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പ മനസ്സ് അറിഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, അദ്ദേഹത്തെ കുടുംബത്തെയും നിങ്ങളെല്ലാവരെയും മനസ്സ് അറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാചണ്ഡാള ജയന്തി 2024 ഡിസംബറിലെ സർവദർശന സമാധാന സദസ്സ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ തീർന്നു. നന്ദി.